സുഹൃത്തുക്കളെ, ജർമ്മനി പോർട്ടിൽ നിന്ന് ഷിപ്പിൽ കയറാൻ പോവാണ്. വണ്ടികളൊക്കെ കണ്ടില്ല, ഷിപ്പിലേക്ക് കയറാൻ. എന്നാലും കുറേ ഡ്രൈവേഴ്സ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കാത്തിക്കാണ്. ഇപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നേരെ പോകണം. ലോഡ് വണ്ടി ഷിപ്പിൽ കയറണം. പെർമിഷൻ കിട്ടി മുമ്പോട്ട് കയറാൻ വേണ്ടിയിട്ട് മിക്കവാറും ഏറ്റവും ടോപ്പിലായിരിക്കും ഷിപ്പിന്റെ. പഠിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല. ചീത്തറിയുന്നത് നമ്മളെ അങ്ങനെ സ്വപ്നതുല്യമായ യാത്ര നടത്തുകയാണ്. അങ്ങനെ ഷിപ്പിലേക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് കയറുകയാണ്. ഷിപ്പിനുള്ളിൽ പ്രവേശിച്ച് ഇടയിലൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ കഥ എന്താ സമയം അടുത്ത് പോകണം. ഗ്ലാസ്സൊക്കെ അത് കൂട്ടാൻ മതി. എല്ലാ കമ്പാർട്ട്മെന്റിലും ബെൽറ്റ് ഇടുന്നുണ്ട്. എല്ലാ ട്രെയിലേഴ്സിനും ബെൽറ്റ് ഇട്ടിട്ടാണ് വെക്കുന്നത്. കാരണം അത് കപ്പൽ അങ്ങോട്ടും കൂടെ ഇളക്കുന്ന സമയത്ത് നിങ്ങളോട് പൊസിഷൻ മാറി പോകാതിരിക്കുകയാണ് ഇത്. വെൽ സെക്യൂർ ആയിട്ട് അവർ തന്നെ ചെയ്തോളും. നമ്മളവിടെ പാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വണ്ടി. അത് കാര്യങ്ങളൊക്കെ വരാ ചെയ്യാം. ഞാൻ അടുത്ത ഇൻസ്ട്രക്ഷന് വേണ്ടി കാത്തിക്കാണ് അവിടെ. റെക്കോർഡിങ് അലൗഡാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നല്ല ഫൈനും വരും നമ്മളാണ് അത്. ഓക്കെ, നമ്മളോട് തെറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നതോട് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം. ലെഫ്റ്റ് അടിപ്പിച്ച് പോകാൻ പറഞ്ഞു. സ്ട്രേറ്റ് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പോകാതിരിക്കാം. നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഇപ്പോൾ പോകണം. ഇതെൻ്റെ ടിക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് റൂമോ ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഇവിടെ. ഇപ്പോൾ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുമാതിരിയാണ് ഓരോ വണ്ടിയിലുള്ളിൽ കയറി വരുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ ഉള്ളിൽ കയറി ഇടുന്നുണ്ടല്ലോ വണ്ടി. അത്ര ഈസി അല്ല അതിനുള്ളിൽ കയറ്റി എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ. മെനക്കെടുണ്ട്. കാരണം വണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡ്രൈവേഴ്സിനെ വണ്ടി ഓരോന്നാടിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. രജിസ്ട്രേഷന് വേണ്ടി പോകണം. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാനുള്ളത്. വലിയൊരു സെറ്റപ്പ് നടത്തുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കുന്നത്. ടിക്കറ്റും കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് റിസപ്ഷൻ. ഇപ്പോൾ ഇവിടുന്ന് ഒരു പറയും റൂം എവിടെയാണെന്നുള്ളത്. അതിനനുസരിച്ച് റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം, കിടക്കണം. സെറ്റപ്പ് 5 സ്റ്റാർ ലോണ്ടറി ആയിരുന്നു. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാൽ വല്ലതും കാണുന്നുണ്ടോ? ഒരു സാധനം കാണത്തില്ല. രാത്രി ആയതുകൊണ്ടാണ്. റൂമിൻ്റെ
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. തണുത്തിട്ടേ ഒരു രക്ഷയില്ല. എൻ്റെ ഉള്ളിൽ കുറച്ച് ചൂടുള്ളതുകൊണ്ട് കഴിച്ചില്ല. ഇല്ലെങ്കിൽ ഒരു വഴിക്കായാണ്. ഇവരൊക്കെ ഇതേമാതിരി ഡ്രൈവേഴ്സാണ്. ഓരോരോ ഏതൊക്കെയോ രാജ്യത്തുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന കപ്പലിൻ്റെ മിനിയേച്ചർ അത്. ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയിട്ടുണ്ട് കപ്പലിൽ. ഇത്രയും ഇത്ര വണ്ടികൾ അതിനകത്ത് കയറുന്നതെന്നാണ് അത് അത്ഭുതം ശരിക്കും പറഞ്ഞു. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് രാജകീയമായ ഒരു റൂമാണ് കിട്ടിയത്. ഇതില് 4 ബെഡാണുള്ളത്. ഇനിയിപ്പോ എത്ര ആൾക്കാർ ഇതിനകത്ത് വരുന്നില്ല അറിയില്ല. ABCD മേലെയുണ്ട് താഴെയുണ്ട്. മടക്കി വെച്ചേക്കുക. എൻ്റെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഏത് ബെഡാന്ന് കണ്ടുപിടിക്കണ ഒരു ഈശ്വര. ഇതിലേതെങ്കിലും ബെഡ് കിടന്നാലാണ് ഉദ്ദേശിക്കാൻ തോന്നുന്നുണ്ട്. മെമ്പേഴ്സ് കൂടുതൽ വരികയാണെങ്കിൽ പുതിയൊരു വെറൈറ്റി മീശയൊക്കെയാണ്. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കപ്പലിൽ ജീവിതം. ഇനി കപ്പലിൻ്റെ ബാത്റൂം നോക്കാം. കൊള്ളാം, കുഴപ്പമില്ലാത്ത ടോയ്ലറ്റും അത്യാവശ്യം സെറ്റപ്പ് ആയിരുന്നു. കുളിക്കാൻ വേണ്ടി ചെറിയ ഷവർ പോയിന്റ്. ഓക്കെ, റൈറ്റ്, കൊള്ളാം. ആരുണ്ടാവാൻ ഞാൻ നീ അടിച്ചു പിടിച്ച് കിടന്നുറങ്ങിയിരുന്നു. വളരെ ചെറിയ റൂമാട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ ബെഡും താത്തി വെക്കുക. എന്തെങ്കിലും പരിപാടി വലിച്ചു യാത്ര. സെറ്റ്. ആഹാ, അടിപൊളിയാണ്. വലിച്ചു താറ്റുന്ന പരിപാടിയാണ്. കുഴപ്പമില്ല. ഇതിനെന്താ നോക്കട്ടെ. ഇവിടെയും അങ്ങനെ തന്നെ. ഓക്കെ, കൊള്ളാം. ഇവിടെ താത്തിയിട്ട് കാണിച്ചിടാം. ഇതായിട്ട് ബാക്കിയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും റൂം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ തൽക്കാലം ഈ ബെഡ് യൂസ് ചെയ്യല്ലേ. ഒരു കുരുത്തുള്ള ബെഡ്, നിങ്ങളുടെ ഉറപ്പിച്ച ബെഡ്. അത് ഞാൻ തന്നെ ആയിക്കോട്ടെ. എങ്കിൽ ഓക്കെ. കടലിൻ്റെ കാഴ്ചയും കൊണ്ട് രാവിലെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് മീൻ എന്തെങ്കിലും ചെയ്ത് വെച്ച്, പിന്നെ പച്ചക്കറി ഐറ്റംസ്. എന്താ സാധനമെന്ന് എനിക്കറിയില്ല. പാമ്പ് തൊലിഞ്ഞ് വീടിന് വേണ്ടിയിട്ട് ഇറച്ചിക്കുണ്ടാവും. ഇതിൻ്റെ താഴത്ത് എന്തെന്നാണ് ഇതൊക്കെ എന്താണെന്നും കൂടി അറിയില്ല. എന്തായാലും എന്തെങ്കിലൊക്കെയോ എടുത്തേക്കുന്നു. അത് തട്ട് കെട്ടി പോവുക. അപ്പോഴെങ്ങനെ യാത്രയിലാണ്. ഞാൻ വലിയ എന്തോ കാര്യമെന്ന് വെച്ച് എടുത്തതാ. സംഭവം പച്ച മീനാണ്. വേവിച്ചിട്ടില്ല, ഒന്നുമില്ല. കുറച്ച് ഉപ്പിട്ട് തന്നിക്കുന്നു. ഞാൻ പിന്നെ ഒന്ന് കഴിച്ച്, ഒരു വട്ടം കഴിച്ചെന്തോ ആയി. അതിലൊന്നും കഴിച്ചു നോക്കാം. ഇതൊന്നേ എല്ലാം കൂടി തിരിച്ചു പോരുമെന്ന് അറിയില്ല. പിന്നെ എന്തൊന്നും സാധനം നല്ല കാര്യമൊന്നുമില്ല. തിന്ന ചാവാത്തെന്തോ ആണ്. ഞാൻ കഴിച്ചു നോക്കാം. അത് വലിയ കുഴപ്പമില്ല. അടിപൊളിയാണ്. അപ്പം അങ്ങനെ കടലിൽ മുറിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. നോക്കിയിട്ട് ഞാനിവിടെ കാപ്പി പിടിക്കാൻ പോകും. റെസ്റ്റോറൻറ്റിൽ നിന്ന് ക്യാമറമാൻ ദർശൻ. ഷിപ്പിൻ്റെ ഏട്ടൻ ടോപ്പിൽ വന്നതാണ്. പുറത്തെ കാഴ്ചകൾ ഇതെന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് വിടുന്ന എന്തോ സാധനമാണെന്ന് തോന്നുന്നു. എനിക്കോ അതിൻ്റെ അത് ബോട്ടിട്ടേക്കും. മോനെ കടല് കിടന്ന് അറിയുന്നു. ഓണം കാണി ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോയത് തന്നെ. ഇത് മുങ്ങിയെടുക്കാൻ പോലും പറ്റില്ല. എത്ര കിലോമീറ്റർ താഴ്ചയുണ്ടെന്ന് കൂടി അറിയാം. ഇത് നമ്മൾ അതേമാതിരി എന്തോ വെള്ളത്തിലേക്ക് വിടുന്ന ബോട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ ട്രക്കൊക്കെ കിടക്കുന്ന കാണിച്ചടാ.
താഴത്ത് ഇഷ്ടംമാതിരി കിടക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും അപ്പർ ഡെക്കിൻ്റെ അതാ ഇന്നലെ രാത്രി കയറി വന്ന വഴിയത്. കണ്ടെയ്നർ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഹൈറ്റിൽ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ വെക്കാൻ മതിയോ, അട്ടിക്കട്ടി. പിന്നെ കണ്ടെയ്നർ അല്ലാത്തതുകൊണ്ട് കണ്ടെയ്നർ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ അത് കൊണ്ടാൽ മതിയോ. എന്തായാലും വണ്ടികളാണ് അധികം കൊണ്ടുപോകുന്നത് കാണല്ലോ എപ്പോഴും. നമ്മുടെ DFDSൻ്റെ ഷിപ്പാണ്. ഒരു മനുഷ്യനില്ലാതെ ഒരു ചുറ്റും വേറെ വണ്ടികൾ കപ്പലുകളൊന്നും കാണില്ല. കടലിൽ ഇതൊക്കെ കുരുവി ഇത് എവിടുന്ന് വന്നവർക്ക് കപ്പലിനെ തന്നെ കൂടുകൂട്ടിയാണോ അവരുടെ. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടിരുന്നു. ഇത് ആരാ അറിയത്തില്ല. അതിപ്പോൾ എൻ്റെ ദൈവമേ തണുത്തിട്ട് കുളിര അതായിട്ട് വേണോ വഴിയാ. ഡ്രൈവർ എന്തായാലും പൊടി ഒരു രക്ഷയില്ലാത്ത കറക്കലായിട്ട് കറക്കിയത് അപ്പോഴവിടെ സമ്മതിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സാധനം സിമ്പിളായിട്ട് ഒരു ഏരിയയിലിട്ട് കറക്കണത് ഞങ്ങളുടെ അഗ്ര കണ്ണിനാണ്. അപ്പോൾ എത്തുവാനും പോർട്ടിലെത്തി. എങ്ങനെയാണോ വണ്ടി ഇങ്ങോട്ട് കയറ്റി അതേമാതിരി തന്നെ റിവേഴ്സ് എടുത്തിട്ട് തന്നെ പോയിട്ട് അതേ റാമ്പിൽ കൂടെ തന്നെ തിരിച്ച് നടക്കണം.